നിങ്ങളത് ഇവന്മാരെ കണ്ടോ? ഇവന്മാരാണ് ആപ്പിൾ സ്നീൽ. നിങ്ങളുടെ ഫിഷ് ടാങ്കിൽ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു ഫിഷാണ് ഇവന്മാർ. കാരണം ഇവന്മാരെ ഫിഷ് ടാങ്കിൽ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇവന്മാർ മറ്റ് മീനുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുമെന്നും മീനിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കഴിക്കുമെന്നും ഈ പ്ലാന്റ്സിനെല്ലാം തിന്ന് നശിപ്പിക്കുമെന്നും പിന്നെ ഇവന്മാർ മുട്ടയിട്ട് പെരുകും എന്നൊക്കെ ഉള്ള കുറെ തെറ്റിദ്ധാരണകൾ കാരണം ഒരുപാട് പേര് ഇവന്മാരെ ഒഴിവാക്കുന്നുണ്ട്. ഞാൻ ആപ്പിൾ സ്നീലിനെ എൻ്റെ ഫാമിൽ ഒരുപാട് വർഷമായിട്ട് എൻ്റെ ഏകദേശം എല്ലാ ടാങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയും ഇവന്മാര് മറ്റ് മീനുകളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടോ മറ്റു മീനിനെ കൊല്ലുന്നതായിട്ടോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവന്മാര് മീനുകളെ കഴിക്കും. ചത്ത് കിടക്കുന്ന മീനുകളെ ഇവന്മാര് കഴിക്കും. ഒട്ടും വയ്യാതെ അനങ്ങാതെ നിൽക്കൂലേ, അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെയാണ് ഇവന്മാര് കഴിക്കാറുള്ളത്. അല്ലാതെ മീനുകളെ പിടിച്ച് കഴിക്കാനൊന്നും ഇവന്മാർക്ക് പറ്റൂല. ഇവന്മാർ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അടുത്തൊരു തെറ്റിദ്ധാരണയാണ് ഇവന്മാർ ഈ പ്ലാന്റ്സിനെയൊക്കെ തിന്ന് നശിപ്പിക്കുന്നത്. മറിച്ച് ഇവന്മാര് പ്ലാന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പ്ലാന്റിന്റെ സൈഡിൽ പിടിച്ച് വളർന്ന ആളുകളും ടാങ്കിന്റെ സൈഡിലൊക്കെ വളർന്ന ആളുകേസിനെയൊക്കെയാണ് ഇവന്മാര് കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ആളുകേനെ കഴിക്കുന്നതുകൊണ്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാന്റിന്റെ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ ഈ പെസ്റ്റായിട്ടുള്ള ഒച്ച് വന്ന് മുട്ടയിട്ട് വയ്ക്കും. ഒരുപാട് മുട്ടയിട്ട് വയ്ക്കും. അപ്പോൾ ഈ മുട്ടേനെയൊക്കെ ഈ ആപ്പിൾ സ്നീല് തിന്നും. അതുകൊണ്ട് ഈ പെസ്റ്റായിട്ടുള്ള ഒച്ചും നമ്മളെ ടാങ്കിൽ ഏകദേശം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ പെസ്റ്റായിട്ടുള്ള കറുത്ത ഒച്ചുകളാണ് ഈ പ്ലാന്റിനെയൊക്കെ തിന്ന് നശിപ്പിക്കുന്നത്. അതിന്റെ ബ്ലെയിം ഫുൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ആപ്പിൾ സ്നീലാണ്. പക്ഷേ ഈ ആപ്പിൾ സ്നീൽ യഥാർത്ഥം പറഞ്ഞ് ഈ പെസ്റ്റായിട്ടുള്ള ഒച്ചിനെ കൊന്നിട്ട് ഈ പ്ലാന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇവന്മാരുടെ പണി. പക്ഷേ ബ്ലെയിം എല്ലാം നമുക്കാണ്. അതുമാത്രമല്ല ഇവന്മാരെ ടാങ്കിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ടാങ്കിലുള്ള അമോണിയയുടെ അളവിനെ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇവന്മാര് മീൻ തിന്നിട്ട് ബാക്കി വരുന്ന ഫിഷ് ഫുഡിനെയും ചത്ത മീനുകളെയും പിന്നെ എന്തെങ്കിലും ഡെഡ് ലീഫ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാങ്കിനകത്തുണ്ടെങ്കിൽ ഇവന്മാര് കഴിക്കും. അതുമാത്രമല്ല ഇവന്മാര് മീനിന്റെ വേസ്റ്റ് കഴിച്ചിട്ട് അത് ഇവന്മാരെ വേസ്റ്റ് ആക്കും. ഇവന്മാരെ വേസ്റ്റിന് അമോണിയയുടെ കണ്ടന്റ് വളരെ കുറവായത് കൊണ്ട് തന്നെ ടാങ്കില് പൊതുവെ അമോണിയയുടെ ലെവല് വളരെ കുറഞ്ഞു തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ടാങ്കിലുള്ള മീനുകളും നമ്മുടെ ടാങ്കിലുള്ള പ്ലാന്റുകളും വളരെയധികം ഹെൽത്തി ആയിരിക്കും. പിന്നെയുള്ള കാര്യം ഇവന്മാർ മുട്ടയിട്ട് പെരുവോ എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇവന്മാർ മുട്ടയിട്ട് പെരുവും. പക്ഷെ നമുക്ക് ഇവന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇവന്മാർ മുട്ടയേറുന്നത് വെള്ളത്തിനകത്തല്ല, ഇവന്മാർ വെള്ളത്തിന്റെ പുറത്താണ് മുട്ടയേറുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വിസിബിൾ ആകും. കാരണം അത്യാവശ്യം വലിപ്പമുള്ള മുട്ടകളാണ് ഇവന്മാർ ഇടുന്നത്. അത് മാത്രമല്ല ഇവന്മാർ ഇടുന്ന മുട്ടകൾ ഒരാഴ്ച, 1.5 ആഴ്ച, 2 ആഴ്ച കഴിഞ്ഞിട്ട് വിരിയത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവന്മാരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മുട്ടകളെടുത്ത് കളയണ്ട, അതവിടെ ഇരുന്നോട്ടെ. 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അത് വിരിയും. പക്ഷെ ഒരു സെറ്റ് മുട്ട വിരിയുമ്പോൾ തന്നെ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവന്മാരെ വിരിഞ്ഞു വരുന്നത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ആപ്പിൾ സ്നീലുകൾ സത്യം പറഞ്ഞ ഒരു തരത്തിലുള്ള ദോഷമുള്ള സംഭവമല്ല, മറിച്ച് ഇവന്മാരെ കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിൽ ഈ ആപ്പിൾ സ്നീല് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും ഈ ആപ്പിൾ സ്നീല് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിലോ വാട്സാപ്പ് നമ്പറിലോ മെസ്സേജ് അയക്കുക. കൊറിയർ ആണെങ്കിൽ കൊറിയർ അയച്ചു തരാം. അല്ലാതെ നമ്മുടെ ഫാമിൽ വന്ന് എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആപ്പിൾ സ്നീലിനെ പറ്റി നിങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയെന്നും വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് സന്ധിക്കുമ്പോഴേക്കും